ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ പാർട്ടല്ല, ആക്ച്വലി നമ്മളൊരു ഹാർഡ്വെയർ ലെവലിലേക്കാണ് നമ്മൾ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർഡിനോ ബോർഡിനെ പറ്റി അറിയാം? അപ്പോൾ ഓർഡിനോ ബോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുമില്ല. ഞാൻ ആക്ച്വലി അത് ആദ്യം കാണിച്ചു തരാം. ഓർഡിനോ ബോർഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓർഡിനോ ബോർഡ് പല പല ടൈപ്പിലുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഎൻഒ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു മൈക്രോ കൺട്രോളറാണ്. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നുമില്ല. അതായത് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, സോ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഇൻപുട്ടിനെ പ്രോസസ്സ് അല്ലെങ്കിൽ ലോജിക്കലി പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കൊരു ഔട്ട് കിട്ടുന്നത്. സോ അങ്ങനെ നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടിനെ നമുക്ക് ഒരു പ്രോസസ് ചെയ്ത ഔട്ട്പുട്ടിലേക്ക് തരാൻ പറ്റുന്ന ഒരു ഒരു മൈക്രോ, അതായത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മളതിൽ ഫീഡ് ചെയ്യുന്നു. ആ ഒരു ഇൻസ്ട്രക്ഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, ആ ഒരു ഇതിലുള്ള ഒരു മൈക്രോ കൺട്രോളർ ആണ് ഈ ഒരു ഓർഡിനോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആക്ച്വലി ഇതിന്റെ ഒരു ഹാർഡ്വെയർ ഇംപ്ലിമെന്റേഷൻ തന്നെ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്ച്വലി എന്താണ് എന്നുള്ളൊരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി യുഎൻഒ എന്ന് പറയുന്നത്. ഇതാണ് യുഎൻഒയുടെ ഒരു ഓർഡിനോ ബോർഡ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പവർ കൊടുക്കാൻ പോകണം. ആക്ച്വലി ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്രയും പിൻസ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട്. ഇതിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക, അതുപോലെ ഔട്ട്പുട്ട് എടുക്കുന്നത്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് പവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർട്ടിൽ നമ്മൾ പവർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു വയർ ഞാൻ കാണിച്ചു തരാം. എന്താണ് ആക്ച്വലി ആ ഒരു വയർ എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ USB ആണ്. ഇതിപ്പോൾ നമ്മൾ ലാപ്പിൽ നിന്നാണ് പവർ കൊടുക്കുക ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചു തരാം. കണ്ടോ? ഇനി നമ്മൾ ഈ ഒരു എൻഡ് ലാപ്പിൽ കുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് പവർ അപ്പ് ആവും. എന്നിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ബൾബ് ബ്ലിങ്ക് ചെയ്ത് കാണിച്ചു തരാം. ആക്ച്വലി നിങ്ങൾക്കവിടെ ഇതിൻ്റെ അകത്ത് 13ാമത്തെ പോർട്ടില്ലേ, ഈ 13ാമത്തെ പോർട്ടിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് ഇൻബിൽഡ് ആയിട്ട്. അപ്പോൾ നമ്മൾ 13ാമത്തെ പോർട്ട് നമുക്ക് ഒരു ബ്ലിങ്കിങ്ങിന് ഉപയോഗിക്കാനും, അതായത് LED ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാപ്പിലോട്ട് കണക്ഷൻ കൊടുക്കാൻ പോവാണ്. ഓക്കെ, കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് തെളിയും, അതായത് പവർ എന്തായാലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കോഡിംഗ് ബോർഡിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോഗ്രാം വളരെ സിമ്പിളാണ്. ഇതാണ് നമ്മുടെ ഓർഡിനോ IDE. ഇത് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാം. ജസ്റ്റ് ഓർഡിനോ IDE ഡൗൺലോഡ് എന്ന് പറയുമ്പോൾ തന്നെ ലിങ്ക് വരും, നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, അതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം. സോ ഇത് നമുക്കിപ്പോൾ ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വോയിഡ് സെറ്റപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ വോയിഡ് ലൂപ്പ് ഉണ്ടാവും. ഇത് രണ്ടും ഇതിൽ ഉണ്ടാവുന്ന ഫങ്ഷൻസ് ആണ്. സോ ആക്ച്വലി ഈ വോയിഡ് സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പിന്നാണോ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മളത് ഇനിഷ്യലൈസ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിൻ മോഡ് 13 ഔട്ട്പുട്ട്. ഇത് ഇപ്പോൾ 13ാമത്തെ പിന്ന് എനിക്ക് സെറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ പിൻ മോഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതുന്നത്. 13ാമത്തെ അത് എന്താക്കി സെറ്റ് ചെയ്യണം? ഔട്ട്പുട്ട് ആക്കി സെറ്റ് ചെയ്യണം. സോ നമ്മൾ ഇങ്ങനെയാണ് പിൻ മോഡ് ഔട്ട്പുട്ട് ആക്കി സെറ്റ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് വേറൊരു പിന്നാണെങ്കിൽ പിൻ മോഡ്, ആ പിൻ നമ്പർ ഔട്ട്പുട്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണം. ഔട്ട്പുട്ട് എന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അതായത് നമ്മൾ ഔട്ട് കൊടുക്കുകയാണ്. 13 പിന്നിലേക്ക് നമ്മൾ ഒരു ഔട്ട് കൊടുക്കുകയുള്ളൂ, അതുകൊണ്ടാണ് ഔട്ട്പുട്ട് എന്ന് എഴുതിയിരിക്കണം. പിന്നെ ഈ ലൂപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടിരിക്കുന്ന ഫംഗ്ഷൻ. ഇപ്പോൾ ആ ഒരു ബ്ലിങ്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടിരിക്കണമല്ലോ, സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ ഒരു 13ാമത്തെ പിന്നിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഔട്ട്, അത് ലൈറ്റ് തെളിയിക്കണമല്ലോ. സോ അതുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ റൈറ്റ് 13 ഔട്ട്പുട്ട് എന്ന് എഴുതിയിരിക്കണം. സോ എന്ത് ചെയ്യും? അവിടെ ഒരു പ്രാവശ്യം ലൈറ്റ് തെളിയും. 13ാമത്തെ പിൻ ഔട്ട് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? അവിടെ ഒരു ബൾബ് ഉണ്ടെന്ന്, ഒരു LED ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സോ ആ ഒരു LED ബ്ലിങ്ക് ചെയ്യും. അതിനാണ് നമ്മൾ ഡിജിറ്റൽ റൈറ്റ് 13 ഔട്ട്പുട്ട് എന്ന് കൊടുത്തേക്കുന്നത്. സോ ഒരു പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് നമുക്ക് ഡിലേ കൊടുത്തേക്കുക, അതായത് ഡിലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഡിജിറ്റൽ റൈറ്റ് ലോ. അപ്പോൾ ആ ഒരു ഡിലേ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഒരു ഡിലേ കഴിഞ്ഞ്, അതായത് 13ാമത്തെ ഔട്ട്പുട്ട് ഒന്ന് കത്തി, അതിന്റെ ഡിലേ കഴിയുമ്പോൾ അതൊന്ന് ഓഫ് ആകണം. പിന്നെ വീണ്ടും ഡിലേ, അതായത് ബ്ലിങ്ക് ഒന്ന് കത്തും, പിന്നെ ഓഫ് ആവും, പിന്നെ ഒന്ന് കത്തും,
സോ ആ ഒരു ടൈം ഉണ്ടല്ലോ എത്ര നേരം നിൽക്കും എന്നുള്ളത്, സോ അതിന് നമുക്ക് ഡിലേ കൊടുത്തേക്കുന്നത്. ഈ ഡിലേ എന്ന് പറയുന്നത് ആക്ച്വലി 1000 ഐ തിങ്ക് മില്ലി സെക്കൻഡ് ആ ഒരു റേഞ്ചാണിത്. സോ ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ നമ്മളിത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ പറ്റും വെരിഫൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റും. സോ അതിനുശേഷം ഇത് കണ്ട് അപ്ലോഡ് എന്ന് പറഞ്ഞ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. സോ ആ സമയത്ത് നമ്മുടെ ഓർഡിനോ ബോർഡ് കണക്റ്റഡ് ആയിരിക്കണം. സോ അതിലേക്ക് അപ്ലോഡ് ആവും, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്തിനാ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് 13ാമത്തെ പോർട്ടാണ് നമ്മൾ ഔട്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈറ്റ് ഞാനവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണം കാണാൻ പറ്റും. ഇതുണ്ടോ, ഈ എൽ എന്ന് പറയുന്ന ഇത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ, കണ്ടോ, എല്ല് ബ്ലിങ്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഓർഡിനോ ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്.